ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹം രക്തസാക്ഷിയായി. അദ്ദേഹത്തിന് സമ്പത്തുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവനും അദ്ദേഹം മരണപ്പെട്ട രക്തസാക്ഷിയായ ഉടനെ അദ്ദേഹത്തിന്റെ സഹോദരൻ കൊണ്ടുപോയി. ഭാര്യയുണ്ട്, 2 പെൺമക്കളുണ്ട് അദ്ദേഹത്തിന്. പക്ഷെ ഈ ഭാര്യയ്ക്കും പെൺമക്കൾക്കും ഒന്നും കൊടുക്കാതെ സഹോദരൻ സ്വത്ത് മുഴുവനും കൊണ്ടുപോയി. വർഷങ്ങൾ കഴിഞ്ഞ് പെൺകുട്ടികളെ വിവാഹം കഴിക്കേണ്ട സമയമായപ്പോൾ ഭാര്യയുടെ കയ്യിൽ ഒന്നുമില്ല. ഭർത്താവിന്റെ സമ്പത്ത് മുഴുവനും സഹോദരൻ കൊണ്ടുപോവുകയും ചെയ്തു. ആ സ്ത്രീ 2 പെൺമക്കളെയും പിടിച്ചുകൊണ്ട് റസൂലിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, റസൂലെ, ഈ നിൽക്കുന്നത് ഹാത്താനി ഇബനത്ത സഅദിൻ, സഅദിന്റെ 2 പെൺമക്കളാണ് ഈ നിൽക്കുന്നത്. അവരുടെ വിവാഹം കഴിക്കേണ്ട പ്രായമായി. എന്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ എങ്ങനെ ഒരു വിവാഹം കഴിച്ചുവിടും? സമ്പത്തുണ്ടായിരുന്നു, അങ്ങക്കറിയാമല്ലോ, സഅദ് ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. സഅദിന്റെ സമ്പത്ത് മുഴുവനും സഹോദരൻ കൊണ്ടുപോയി. ഒന്നും ഞങ്ങൾക്ക് തന്നില്ലേ, കുട്ടികൾക്കും കൊടുത്തില്ല. ഞാൻ എങ്ങനെ ഒരു വിവാഹം കഴിക്കുമെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഅദിന്റെ മക്കളെന്ന് കേട്ടതോടുകൂടി നബിതങ്ങൾ വല്ലാതെ വിഷമത്തിലായി. നബിതങ്ങൾ വികാരഭരിതനായി എന്നാണ്. അതിന് കാരണമുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു നബിതങ്ങളുടെ സന്തത സഹചാരിയായിരുന്നു. ഉഹദ് യുദ്ധത്തിന്റെ പൊടി അടങ്ങിക്കഴിഞ്ഞപ്പോൾ നബിതങ്ങൾ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, സഅദിന് എന്ത് പറ്റിയെന്ന് നോക്കാൻ പറഞ്ഞു. സയ്യിദ് റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിന്റെ രണാങ്കളം ഇങ്ങനെ തിരഞ്ഞു നോക്കുമ്പോൾ ഒരു മരത്തിന്റെ ചോട്ടിൽ ഈ സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു കിടക്കുന്നുണ്ട്. ശരീരത്ത് വെട്ടേൽക്കാത്ത, അല്ലെങ്കിൽ കുന്തം കൊണ്ടുള്ള കുത്തേൽക്കാത്ത 1 ഇഞ്ച് സ്ഥലം പോലും ഇല്ല. അത്രമാത്രം വെട്ടും കുത്തുമേറ്റ് ഒരു മരത്തിന്റെ ചോട്ടിൽ അവസാന ശ്വാസം വലിച്ചുകൊണ്ട് കിടക്കുകയാണ് ഈ സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു. ശരീരത്താകെ മണ്ണ് പുരണ്ട് കിടക്കുകയാണ്. സയ്യിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഇങ്ങനെ പിടിച്ച് കിടത്തി ശരീരത്തുനിന്നും മുഖത്തുനിന്നൊക്കെ മണ്ണൊക്കെ ഇങ്ങനെ തുടച്ച് കളഞ്ഞപ്പോൾ കണ്ണു തുറന്നു. അല്പം കണ്ണു തുറന്ന് സയ്യിദിന്റെ നേരെ നോക്കിയപ്പോൾ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്നെ അന്വേഷിക്കാൻ വേണ്ടി റസൂൽ എന്നെ പറഞ്ഞു വിട്ടതാണ്. റസൂൽ നിനക്ക് സലാം പറഞ്ഞിട്ടുണ്ട്, നിന്റെ വിശേഷം ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലൈക വല റസൂലി സലാം, നിനക്കും റസൂലും ഞാൻ സലാം അടക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, റസൂലിന്റെ അവസ്ഥ എന്താ? അപ്പോൾ റസൂലിന്റെ അവസ്ഥ അന്വേഷിക്കുന്നത്. അപ്പോൾ സയ്യിദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാലിഹുൻ, റസൂലിനൊന്നും പറ്റിയിട്ടില്ല, യുദ്ധത്തിൽ റസൂലിനൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹ്, റസൂലിനൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇനി എനിക്കെന്ത് സംഭവിച്ചാലെന്താ, ആർക്കെന്ത് സംഭവിച്ചാലെന്താ, റസൂല് രക്ഷപ്പെട്ടെങ്കിൽ. എന്നിട്ട് പറഞ്ഞു, റസൂലിനോട് പറഞ്ഞേരെ, എനിക്ക് സ്വർഗത്തിന്റെ സുഗന്ധം അനുഭവപ്പെടുന്നുണ്ട്, സ്വർഗം മണക്കുന്നുണ്ടെന്ന് പറഞ്ഞേക്ക്, റസൂലിനോട് എന്റെ സലാം പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് എന്റെ ജനതയോടും സഹാബത്തിനോടും അൻസാരികളോടും എന്റെ സലാം പറഞ്ഞേക്ക്. ഒരു കാര്യം കൂടി ഇവിടെ പറയണം, ലാ ഖൈറ ഫീകും മിൻ ഖുത്തില റസൂലില്ലാഹ് വറജുലുൻ മിൻകും ഹയ്യുൻ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരുന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ കൊല്ലപ്പെടുകയോ റസൂലിന് എന്തെങ്കിലും പറ്റുകയോ ചെയ്താൽ നിങ്ങളിലൊരു നന്മയില്ല എന്ന് പറഞ്ഞേക്ക്, റസൂലിനൊന്നും സംഭവിക്കരുത്. ഇങ്ങനെ റസൂലിനെ സ്നേഹിച്ചൊരു മനുഷ്യനാണ് സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു. ആ മനുഷ്യനെ കുറിച്ചാണ്, ആ മനുഷ്യന്റെ പെൺമക്കളാണ് ഈ വന്നു നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ പെൺമക്കളെ കുറിച്ചാണ് അവലാദി പറയുന്നത്. റസൂൽ സഹിച്ചില്ല. റസൂൽ പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, യഖ്ലില്ലാഹു ഫീക്കി, അള്ളാഹു ഒരു തീരുമാനം ഉണ്ടാക്കും, നിൽക്കാൻ പറഞ്ഞു. അവിടെയാണ് സൂറത്തുൻ നിസാ അവതരിക്കുന്നത്. സൂറത്തുൻ നിസായിന്റെ അവതരണ പശ്ചാത്തലം അതാണ്. യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ എന്ന് തുടങ്ങുന്ന, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന സൂറത്തുൻ നിസാ അവിടെ അവതരിക്കുകയാണ്. അനന്തരാവകാശത്തിന്റെ ആയത്തുകൾ, യൂസിക്കുമുല്ലാഹു ഫി ഔലാദിക്കും ലിദ്ദക്കരി മിസ്ലു ഹള്ളിൽ ഉൻസയൈനി എന്നുള്ള ആയത്തുകൾ അവതരിക്കുന്ന അവിടെയാണ്. എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരനെ വിളിപ്പിച്ചു. സഅദിന്റെ സമ്പത്ത് കൈയടക്കിയ സഹോദരനെ ആ സ്പോട്ടിലേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നീ കൊണ്ടുപോയില്ലേ, സഅദ് കൊല്ലപ്പെട്ടപ്പോൾ ഉഹദ് യുദ്ധ രണാങ്കണത്തിൽ കൊല്ലപ്പെട്ട സഅദിന്റെ സമ്പത്ത് മുഴുവൻ നീ കൊണ്ടുപോയില്ലേ, അത് നിനക്ക് അവകാശപ്പെട്ടതല്ല. ആയത്തി ഇബ്നത്തൈ സഅദിൻ അസ്സുലുസൈനി, ഈ നിൽക്കുന്ന 2 പെൺമക്കൾക്കും ആ സ്വത്തിന്റെ 3/2 കൊടുക്കണം. ഈ നിൽക്കുന്ന ഭാര്യയ്ക്ക് 8/1 കൊടുക്കണം. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എടുത്തോ, അത്രയും നിന്റെ അവകാശമുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂൽ ആ സദസ്സിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. വികാരഭരിതനായ റസൂൽ പറഞ്ഞു, ഇന്നീല ഉഹർരിജു ഹഖ്ഖൽ ദഈഫൈൻ, 2 ദുർബല വിഭാഗങ്ങളുണ്ട് ഈ സമൂഹത്തിൽ, അവരുടെ അവകാശത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഞാൻ ചെയ്യില്ല, അതിൽ ഒരു വിട്ടുവീഴ്ചയും ഞാൻ ചെയ്യില്ല. ഞാൻ ശക്തമായി നിങ്ങളോട് പറയുന്നു, അതിശക്തമായി നിങ്ങളോട് പറയുന്നു, ഒന്ന് യതീമാണ്, ഈ നിൽക്കുന്ന 2 പെൺമക്കൾ യതീമാണ്, അവരുടെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഞാൻ കാണിക്കില്ല. മറ്റൊന്ന് ദുർബലയായ സ്ത്രീയാണ്,
അവരുടെ അവകാശത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ച ഞാൻ കാണിക്കില്ല. പുരുഷന്മാരായ നിങ്ങൾ എത്ര ത്യാഗം സഹിച്ചാണെങ്കിലും ഇവരുടെ അവകാശം കൊടുത്തിരിക്കണം, നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും അവർക്ക് കൊടുത്തിരിക്കണമെന്ന് പറഞ്ഞ് സ്ത്രീകളുടെ അനാഥകളുടെ സ്വത്തവകാശത്തിന്റെ വിഷയത്തിൽ റസൂൽ ഏറ്റവും വികാരഭരിതനായി സംസാരിച്ചൊരു നിമിഷമാണത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ദുർബലരുടെ സ്വത്ത്, പെങ്ങന്മാരുടെ സ്വത്ത് കൊടുക്കാത്ത ആങ്ങളമാരും പെമ്മക്കളുടെ സ്വത്ത് കൊടുക്കാത്ത വാപ്പമാരും ശ്രദ്ധിക്കേണ്ടതാണ്. റസൂല് വികാരഭരിതമായി സംസാരിച്ചൊരു കാര്യമാണിത്. അവരുടെ അവകാശം നമ്മൾ കൈയടക്കരുത്. അനന്തര സ്വത്തിൽ നിന്ന് അവർക്ക് കൊടുക്കേണ്ടതും കൊടുത്തിരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.